സുശീലൻ എന്ന് പറയുന്നത്, സുശീലൻ എന്ന ഏതാണ്ട് അവന്റെ പേര്, നെടിയറമ്പില്. അവനെ ഇവിടെ വിളിച്ച് കയറ്റുക, ഒരു ഓട്ടോക്കാരൻ ഡ്രൈവർ ഉണ്ട് അവനെ വിളിച്ച് കയറ്റുക, ഒരു പത്രക്കാരൻ, ഒരു ദേശാഭിമാനിക്കാരൻ അവനെ ഇവിടെ വിളിച്ച് കയറ്റുക. ഓട്ടോക്കാരൻ പാലുമായിട്ട് വരുന്ന, പാലുമായിട്ട് ഒന്നും ഇവിടെ ഫ്രണ്ടിൽ വെക്കാൻ പോലുണ്ടെന്ന് വെച്ചിട്ട് പോകായിരുന്നു. ഇനി അടുക്കള വരെ കയറിയാ ഇങ്ങനെ വരുന്നവരെ. എന്നിട്ട് നമ്മുടെ ദേഹത്തോട്ടൊക്കെ ഒരു നോട്ടമൊക്കെ ഉണ്ടോ ഒക്കെ നമുക്ക് എന്നിട്ട് പിന്നെ രാജനെ ഇങ്ങനെ കയ്യെ പിടിച്ച് ഇങ്ങനെ ആക്കി നടക്കുക. അവള് പോയി, ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോലീസുകാർ വന്നപ്പോഴത്തേനും അവർക്ക് കയ്യേലും പിടിക്കണ്ട കാലേലും പിടിക്കണ്ട, ഇവര് റോക്കറ്റ് പോലാണ് അവരെ എത്തിയത്. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക പോലീസുകാരോട്. പോലീസുകാരൊക്കെ കയ്യിൽ IG ഗോപാലനോ അതാണ്ടൊക്കെ പേരൊക്കെ പറയുന്നൊക്കെ കുറെ പോലീസുകാരൊക്കെ ഉണ്ട്. അതുപോലെ ശാന്ത എന്ന് പറയുന്ന വള്ളിക്കോട്ടുകാരി ശാന്തയുടെ ഇളയ മോൻ പ്രവീൺ എന്ന് പറയുന്ന ഏതാണ്ട് ഡ്രൈവർ ഏതാണ്ട പോലീസ്. ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഇവന്മാർക്ക് അറിയാം. ഇങ്ങനെ പോലീസിലൊക്കെ ഭയങ്കര ശരിയാ. അങ്ങനെ ഇരിക്കുന്നതാണ് ഇവന്മാരൊക്കെ പോലീസിലൊക്കെ പിടിച്ച്, പോലീസും ജഡ്ജിയൊക്കെ അതുപോലെ വിപിനേശി എന്ന് പറയുന്ന ഈ സ്റ്റേഷൻ ഹെഡ് ഓഫീസർ പുറത്തുകാരുടെ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതിന് ട്രാൻസ്ഫർ ഒക്കെ കിട്ടിയാൽ മാറത്തില്ലായിരുന്നു, അതെല്ലാം പോയി മാറ്റി ഇവിടെ തന്നെ അടിയിലായിരുന്നു അവൻ. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇനി ഇവന് പാലക്കാട് പോയത്. അപ്പൊ ഇവൻ രാജശ്രീ രാജശേഖർ എന്ന് പറഞ്ഞ മജിസ്ട്രേറ്റ് ആയിരുന്നു അന്ന്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മാവേലിക്കര. അവരിവനോട് ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു വാറണ്ടൊന്നും ഇല്ല അവരുടെ വീട് പോയി കുത്തി തുറക്കാനും ഒക്കെ എന്നാണ് ചോദിച്ചത്. കേട്ടോ, നിങ്ങളോട് ആര് പറഞ്ഞു കണ്ട വീട്ടിൽ പോയി, മറ്റുള്ളവരുടെ വീട്ടിൽ പോയി വാറണ്ട് ഇല്ലാതെ, സെർച്ച് വാറണ്ട് ഇല്ലാതെ ഒന്ന് കുത്തി തുറക്കാൻ നിങ്ങളോട് ആര് ചോദിച്ചെന്ന് പറഞ്ഞു? നിങ്ങളോട് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയി കുത്തി തുറന്നത്? നല്ല ഒന്നാമത്തെ മജിസ്ട്രേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞൊരു മജിസ്ട്രേറ്റ് വന്നു, റിയ രാജി. 7 മാസം ഇതേ ഉള്ളൂ, 7 മാസത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ, പുതിയതായിട്ട് കയറിയതാണ്. ഇവിടെ വന്നിരുന്ന് ഡയസിൽ കയറിയിരുന്നത് ഡ്രാമയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയസേ മജിസ്ട്രേറ്റിന്റെ ഡയസ് ഡ്രാമ കാണിക്കാനുള്ള ഇടം എന്ന് വെച്ചാൽ ഇതുപോലത്തെ പല പല ഡ്രാമകൾ നടക്കുന്നുണ്ട്. ആ ഡ്രാമ കാണിക്കാനുള്ള ഇടം പോലെയായിരുന്നു അവളുടെ ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ സാലറിയില് അവൾ നേരിട്ട് അവളുടെ അച്ഛനാണ് കൊടുക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു ശരിക്കും. നമ്മൾ ടാക്സ് പേയേഴ്സ് ആണ്, പേയേഴ്സിന്റെ ആണ്. നമ്മൾ ഇങ്ങനത്തെ തീപ്പെട്ടി വാങ്ങിക്കുന്ന കാശാണ് ഇവളുമാര് പോക്കറ്റ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അത് വേറൊന്നുമല്ല. ഇവർ ഡയറ്റിൽ കയറി ഇരുന്നൊന്നും നാടകം കാണിക്കാനല്ലേ ഇവളുമാർക്ക് സാലറി കൊടുക്കുന്നത്. കേസ് നോക്കി ഇതാക്കാനാ, ഫയലെടുത്ത് എറിയുക. ഭയങ്കര ഡ്രാമയായിരുന്നു. നമ്മൾ കോടതിയിലൊന്നും ചെല്ലാതിരിക്കാൻ ഒന്ന് പേടിപ്പിക്കുന്ന പറയുന്നത്. നമ്മൾ ഇള്ളക്കുഞ്ഞാണ്, ഞാൻ LLB ഹോൾഡറാണ്. കോടതി പോകാതിരിക്കാൻ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ ആക്ട് ചെയ്യുക. നമ്മളെ കോടതി ചെല്ലാതിരിക്കാൻ ഇവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഇവരൊക്കെ ആരാ? ഇപ്പം ആൾക്കാർക്ക് പാവം പിടിച്ച ആൾക്കാർക്കെതിരെയുള്ള കേസുകളൊക്കെ ഉള്ളു. വലിയ വലിയ ആൾക്കാർക്കെതിരെ വരുന്ന കേസൊക്കെ പോവുക. സ്വർണ്ണ വേട്ടയും സ്വർണ്ണക്കൊള്ളയും എല്ലായിട്ടും സ്വപ്നയും മുഖ്യമന്ത്രിയൊക്കെ ഇതെല്ലാം പോയിരിക്കുക. സ്വർണ്ണം എല്ലാം അടിച്ചു മാറ്റി എടുത്തുകൊണ്ട് നടക്കുക. നമ്പൂതിരിയൊന്നുമല്ല യഥാർത്ഥ കൾപ്രിറ്റ്. ഇതിന്റെ പുറകിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും കുറെ എണ്ണവും. പിന്നെ അതുപോലെ എന്തുവാ ഈ ബോർഡും. അവരൊന്നും ഇല്ല. ഒരു അയാളെ മാത്രം സ്റ്റേറ്റ് കോർട്ട് ആക്കിയെന്ന് ഇതാക്കാവുന്ന കേസൊക്കെ ഇതുപോലെയാണല്ലോ. ഭയങ്കര കോടികളുടെ സ്വർണ്ണമൊക്കെ മോട്ടിച്ച് നടക്കുകയില്ലേ ഇങ്ങനെ. സ്വർണ്ണക്കൊള്ളയും ഭയങ്കര കൊള്ളകളും. അതുപോലെ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു, കേരളമാണ് ഇന്ന്, ബോംബെ ഒന്നും അല്ല ഇന്ന് അധോലോകം, കേരളമാണെന്ന്. കേരളത്തിലെ അധോലോകം മുഴുവനുള്ളതെന്ന്. കള്ളരും പിടിച്ചുപറിക്കാരും സൈബറിന്റെ ഇതുമല്ല ഇവിടെ കേരളത്തിലാ ഹബ്ബെന്നാ പറയുന്നത്.
ഇവരുടെ ക്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഫിയയുടെ ഇവരുടെ ക്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇവര് പ്രത്യക്ഷത്തിലൊന്നും ചെയ്യത്തില്ല ഇവര് ഈ മാഫിയ എന്നുവെച്ചാൽ വന്ന് കുത്തിക്കൊല്ലുക പിടിക്കുക. ഇവരൊക്കെ വേറെ ആൾക്കാരുണ്ട്. ഈ പോഷായിട്ടുള്ള ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ട്. കുറച്ച് വൈറ്റ് കോളർ ജോബൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന അവന്മാരാണ് ഇതിന്റെ പുറകിൽ ഇവന്മാരെ കൊണ്ട് നടത്തുന്നത്. ഇവന്മാർക്ക് എന്താണ് ഇവന്മാർക്ക് വേണ്ടി ക്രൈം ചെയ്യാൻ വേണ്ടി ജയിലിൽ ആളുണ്ട്, കൊലപാതകികളുണ്ട്, ഈ എന്താണ് ധർമ്മക്കാരുണ്ട്, ധർമ്മക്കാരായിട്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കള്ളർ ഇവരുടെ കയ്യിലുണ്ട്. ഇവർക്ക് വേണ്ടി കള്ളങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവർ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ധർമ്മക്കാര് അങ്ങനെയൊക്കെ ഉള്ളവര്. എന്റെ പുറകിൽ വന്നതാ ഒരു ധർമ്മക്കാരൻ. ഇവനിങ്ങനെ നമ്മൾ കോടതിയിൽ പോകുമ്പോൾ ഇവർ സ്ഥിരം നമ്മുടെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്യുക. അങ്ങനെ ഒരു ദിവസം ഞാൻ കടയിൽ അവിടെ കോടതിയുടെ ഓപ്പോസിറ്റ് കടയുണ്ട് മാവേലിക്ക്. അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു ഇയാൾ തന്നെ ഒത്തിരി ദിവസം കൊണ്ട് ഫോളോ ചെയ്യുന്നു, എന്തുവെന്ന് അറിയത്തില്ല, നമ്മൾ എവിടെ പോയാലും. പിന്നെ അയാളെ അവിടെ കണ്ടിട്ടില്ല, പരിസരത്ത് ഒരു ദിവസം പോലും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഇടപ്പോണാണ് അവന്റെ വീട് ഈ ധർമ്മക്കാരന്റെ. അതിങ്ങനെ രാവിലെ ഇങ്ങനെ പണ്ട് ഇങ്ങനെ ചീത്തയെ വിളിച്ചാണ് ഇതുവഴി പോകുന്നത്. ഭയങ്കര ചീത്ത വിളിയാണ് ജോലി. ഇതുവഴി ഇങ്ങനെ ചീത്ത വിളിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഇവനെ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ നമുക്ക് വേണ്ടി നമ്മളെ കൊല്ലാൻ വേണ്ടി ഇവർക്ക് വേണ്ടി ക്രൈം ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇവരൊക്കെ ഇപ്പം എന്തെങ്കിലും സംഭവിച്ച ഇവന്മാരെ പറ്റും ഈ പുറകിലുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു. വലിയ ക്രിമിനൽസ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. വലിയ മാഫിയ രക്ഷപ്പെടുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആൾക്കാര് ജയിലിൽ പോവുക. ഇതാണ് ഇവരുടെ ഇതെല്ലാം. ഇപ്പം സൈബർ ക്രൈംസ് എല്ലാം ഉണ്ട്. നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുന്നത് സൈബർ ക്രൈമാണ്. ഇവർക്ക് ആര് കൊടുത്തി ഈ അധികാരം? ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഇവന്മാർക്ക് പുറകിൽ ആളുകളുണ്ട് പലതും. ഭയങ്കര കള്ളക്കൂട്ടമാണ് ഇവന്മാര്. അതുപോലെ UP-യിലൊന്നും അല്ല പ്രശ്നങ്ങൾ. ഇതുപോലെ പിന്നൊരു സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. ഭയങ്കര ക്രൈം നടക്കുന്ന സ്റ്റേറ്റാണ് രാജസ്ഥാൻ. UP-യെക്കാട്ടി ക്രൈം ഉണ്ട്. ഇതുപോലത്തെ ഹിഡൻ ക്രൈംസ് നടക്കുന്ന അവിടെ ഉണ്ട്. ഇതുപോലെ കള്ള കല്യാണങ്ങള്, ഓൺലൈൻ മാരേജ്. എന്നിട്ട് അവര് പോലും അറിയത്തില്ല ഈ കല്യാണം. ഇപ്പം എന്റെ കല്യാണമാണെന്ന് വെച്ചാൽ അറിയില്ല കല്യാണം കഴിക്കുന്നുള്ളത്. നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ കൂടി ഒരു ഇതുപോലെ കള്ളത്തരത്തില് ഓൺലൈൻ കല്യാണങ്ങളൊക്കെ നടത്തുക. ഇങ്ങനെയൊക്കെ നടത്തിയിട്ട് ഈ ആളിനെ കൊല്ലുക. എന്നിട്ട് ആ ആളിന്റെ പേരിൽ അപ്പൊ ഇൻഷുറൻസ് എല്ലാം ചെല്ലുക. ഇൻഷുറൻസിന് വേണ്ടി 2 കോടി 3 കോടി. എന്നിട്ട് ഇവന്മാരിതെല്ലാം പങ്കിട്ട് വളരെ വലിയ പോഷായിട്ട് ജീവിക്കുക. ഇങ്ങനെ ആക്സിഡൻസ് ഉണ്ടാക്കുക. നിങ്ങൾക്കറിയാം ആക്സിഡൻസ് ഉണ്ടാക്കുക. പിന്നെ അങ്ങനെ പല രീതിയിലാണ്. കൊന്നിട്ട് സൂയിസൈഡ് ആണെന്ന് പറയുക. ഇതെല്ലാം കള്ളത്തരങ്ങളാണ്. കൊന്നു കെട്ടിത്തൂക്കിയിട്ട് പറയും സൂയിസൈഡ് ചെയ്തതാണ്. അതൊന്നുമല്ല. സൂയിസൈഡ് ഒന്നും അല്ല. ഇവന്മാർ കൊന്നു കെട്ടിത്തൂക്കുന്നതാണ്. അങ്ങനെ പല രീതിയിലുള്ള ക്രൈമാണ് ഈ ഇൻഷുറൻസിന് വേണ്ടി നടത്തുന്നത്. ഇങ്ങനെ അതുപോലെ എനിക്കറിയാം ഒരു മുക്കുമിന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. മുക്കുമിന്റെ അമ്മയുടെ അനിയത്തിയുടെ ഒരു മോള് രേഖ. ഈ കൊച്ചിനെ കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് ഈ കൊച്ചിനെ അയാളുടെ വീട്ടിൽ വിടത്തില്ല. വിടാതിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പരീക്ഷ എഴുതുക, മറ്റേത് എഴുതുക, മറിച്ചേത് എഴുതുക. അപ്പൊ ഇങ്ങനെ മുക്കുമൊരു പറഞ്ഞാൽ അതിനെ വിടത്തില്ല. ജോലി കിട്ടിയിട്ടേ ജോലി കിട്ടിയില്ലെങ്കിൽ വിടത്തില്ല. ജോലി കിട്ടിയിട്ടേ വിടത്തുള്ളൂ. അപ്പം ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഞാനൊക്കെ അറിഞ്ഞു. ഇങ്ങനെ പഴയതൊക്കെ കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പം ഈ പെണ്ണിനെ കൊണ്ടുവന്ന് ഇവരുടെ വീട്ടിൽ വിട്ടു ആ ചെറുക്കൻ്റെ. ഇപ്പൊ എന്നിട്ട് പറയുന്നത് ആ ചെറുക്കൻ ഭയങ്കര വേറെ വ്യക്തിയുണ്ട്. അവർക്ക് ഇനി ഡിവോഴ്സിൽ കൂടെ ഇങ്ങനെ പൈസ കാട്ടാനുള്ള ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടി. പിന്നെ ഭയങ്കര ക്രൈംസ് നടക്കുന്നതാണ്. ചൈൽഡ് മാരേജ് ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. രാജസ്ഥാനിൽ ഇപ്പോഴും ചൈൽഡ് മാരേജ് ഉണ്ട്. എന്നിട്ട് പലരും ഇതുണ്ട്. 18 ഇയേഴ്സിന് മുന്നേ തന്നെ അവനിങ്ങനെ ക്യാൻസർ മറ്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊല്ലുക. ഇഷ്ടംപോലെ ഇൻഷുറൻസ് ഒക്കെ വാങ്ങിക്കുക. എന്നിട്ട് ഇത് കരഞ്ഞു കാണിച്ചത് ഭയങ്കര കള്ളക്കടച്ചിൽ നല്ല മിടുക്കരാണ് ഈ കള്ള ക്രിമിനൽസ്.